എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വ്യത്യസ്തമായൊരു കാര്യമാണ്. നമ്മൾ വ്ളോഗല്ല, നമ്മൾ മറിച്ച് ചൂണ്ടയിടാൻ പോവുകയാണ്. കുറച്ച് ഫിഷിങ്ങും കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചേട്ടന്മാരെല്ലാം കൂടി ഈവനിങ് ടൈം ആയപ്പോൾ നമ്മൾ വെള്ളായണി കായലിൻ്റെ സൈഡിലുള്ള ആ റോഡിലേക്കുള്ള ബണ്ട് റോഡിലുള്ള നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ചൂണ്ടയിടാനായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് നിതീഷും നമ്മുടെ ചേട്ടൻ ഉണ്ണിച്ചേട്ടനും വിനീതേട്ടനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ 4 പേര് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചൂണ്ടയും പിന്നെ അതിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചേട്ടൻ്റെ വീടെത്തിയിരിക്കുകയാണ്. എന്താ പറയുന്നത്? ലൈംഗമ്യം ഇതിനകത്ത് ഭാഗ്യം അല്ല, കയറി മുട്ടിയാണ് അതിൽ. ചേട്ടാ രണ്ട് കരിക്കരുത് കേട്ടോ. കൊമ്പോ ചേട്ടാ കുറ്റിയിലൊന്നും കയറി ചവിട്ടല്ലേ, ചെരുപ്പിട്ടോ? അപ്പോഴേ പറഞ്ഞു ഒരു പേപ്പർ ചുറ്റി വന്നു കഴിഞ്ഞാ അല്ല മീൻ പിടിക്കാണ്. നിതീഷ് ഞാൻ നിന്നെ കാത്തു നിന്നില്ലേ, എന്റെ അപ്പുറത്തുണ്ട്. നമ്മുടെ ചേട്ടൻ എന്താ മീനെ പിടിക്കുകയാണ്. കൊത്തണോ? ഓ ഇപ്പൊ വന്ന് മോണൊക്കെ അടി അടിച്ച കിട്ടിപ്പോയോ. യോ ചാടി പിടിച്ചാണ് ഇപ്പൊ ഞാൻ അതിനെ. എന്നാ ചത്തേനെ ഞാൻ ഇന്ന്. എന്താ മീനായിട്ടത്? കല്ലേ മുട്ടി കരിമീൻ കല്ലേ മുട്ടിയാലേ പോ. അതിന്റെ ഐഡിയ ആണല്ലേ. ഇടി വാങ്ങിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം തോന്നിട്ട് കാര്യമില്ല, മീനും കൂടെ തോന്നുന്നുണ്ട്. ഇന്ന് മീനിന്റെ ഭാഗ്യം എന്റെ ഭാഗ്യമൊക്കെ അത്ര വ്യത്യാസം. നീ പിടിക്കുകയില്ലേ, ഞാൻ കഷ്ടപ്പെടുന്നത്. നിതീഷ മീനിന് തീറ്റി കൊടുക്കണോടാ നീ? അവിടെ ഒന്നും ഇല്ലടാ, നീ വാടാ. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. വന്ന് മോന്തൊക്കെ ഉമ്മ എടുത്തിട്ട് മക്കളെ അതല്ലേ മോത്തൊന്നൊരു ഉമ്മ തന്നിട്ട് പൊക്കളഞ്ഞു. ഉണ്ടോ? നീളമുള്ള നല്ലൊരു കമ്പൊപ്പിച്ചത്. ഞാൻ കുറച്ച് വ്ളോഗിന് വേണ്ടിയിട്ടുള്ള എടുക്കട്ടെ. നമ്മൾ നിൽക്കുന്നത് നല്ല വയലിൻ്റെ സൈഡിലാണ്. ഓ ഉണ്ണിച്ചേട്ടൻ ഭയങ്കര ഭാഗ്യവാനാണ്. മീൻ ഹതഭാഗ്യവാൻ.
ഇവിടെ വാട ഇവിടെ പിടിച്ച് ഞെരിക്കുന്നു. നീ അവിടെ എന്ത് ചെയ്യണ്? കങ്കൂസി പിടിച്ചു വല്ലേടാ, കങ്കൂസി പിടിച്ചു വല്ലേടാ. രണ്ടു ഉരിങ്ങിയ എന്തായാലും നോക്കാം. മീനെ പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെയൊന്നുമില്ല ഇവിടെ. ഈ സാധനത്തിന്റെ ഇതിൽ ഞാൻ ചെറുതൊന്നും വിടൂല. പട ചെറുതിനെ പുറപ്പില്ല. അതാണെങ്കിൽ കളയാന്ന്. ഇനി കളയാതിരിക്കുന്നതല്ല, എൻ്റെ നാക്കൊക്കെ വെളിയിലെടുത്ത്. നാക്കല്ല അതുപോലെ എടുക്കും. നോക്ക് എന്താന്ന് കൊണ്ട് നോക്ക്. ആശുപത്രി വളർത്താൻ വേണ്ടി കുറച്ച് ചെറുതിനെ കിട്ടണേ തരാം. ചെറുതുണ്ട്, വളർത്താൻ വേണോ? അത് ഞാൻ പിടിക്കുന്നുണ്ട്. ചെറുതുണ്ട്. ഓ സൈസ് കേട്ടോ, സൈസ് സാധനം, സൈസ്. അത് വിഴുങ്ങിയടാ. എൻ്റെ ഒരു വിനീത് ഈ കണ്ടില്ലെന്ന് പറയില്ലേ? ഞാൻ അമല ചേച്ചി, നിതീഷ്, ഉണ്ണി കട്ട കളിക്കൂ. എന്തോ ഞാനും ഉണ്ണി തന്നെ. ഓ കരിമീൻ, കല്ലേമുട്ടി, ചെമ്പല്ലി, കറൂപ്പ്, ഒരു ലോഡ് പേരുണ്ട്. മീൻ മാത്രം ഏറ്റവും കൂടെ പേരുള്ള മീനുണ്ട്. മീനില്ല, നല്ല ഏറ്റവും കൂടെ പേരുള്ള മീൻ. പിന്നെ ഇവിടെ രണ്ടെണ്ണം പിടിച്ച് 2 പോയി. അവിടെ നിന്ന് അങ്ങനെ കാണിങ്ങോ? നമ്മുടെ നിതീഷ് കണ്ണൻ മീനിന് തീറ്റ കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അത് ചൂണ്ടയിൽ കൊരുത്ത് കൊടുക്കുന്നു. കല്ല് അതൊക്കെ വളർത്താനുള്ള ചെറുതത്ര ഞാൻ പിടിച്ചു തരുന്നുണ്ട്. ചെറുത് പിടിച്ചാ വീണ്ടും ചെറുത് പിടിച്ച്. അല്ല അതിട്ടേക്ക ഇത്ര അനുസരിച്ച് കൊടുക്കാം. ഈ സാധനം നമ്മൾ അങ്ങനെ വിടാറില്ല. മോനെ അതെന്താട്ടോ അത് വലിച്ചോ? ആമ അറിയാതെ പിടിച്ചെന്ന് പറയാ. ആമ പിടിച്ചിട്ട് ആമയുടെ കൈ പച്ച കുത്തിക്കാൻ നമുക്കുണ്ട്. ഇല്ല, അത് വേറെ ഏതോണ്ടാ കുത്തിയത്. ഓയ്യോ, നിന്റെ ചൂണ്ടായിരിക്കും, എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. എന്താ അതെ നോക്കിട്ട് പറ്റുന്നില്ല. ഇല്ലാത്തിന് ഓട്ടിച്ചവിടെ നിന്ന്. ഞാൻ പിടിക്കട്ടെ? ഓ, ചൂണ്ട വന്ന് മൂക്കെ കൊരുത്തിരിക്കുന്നു. അയ്യോ എന്ത് എടാ ഉണ്ടടാ ഇല്ലേ? അതും കാറ്റ് നല്ല അടിയുണ്ടോ? നല്ല അടിച്ചടി ഉണ്ടോ? ഉണ്ട്. എന്താ മരം പിടിക്കുന്നു? നരനാ നീ? അങ്ങനെ വലിക്കല്ലേ, വളയും. ആ കമ്പലിട്ട് ചുറ്റി. അങ്ങനെ തന്നെ ടൈറ്റ് വെച്ച് അടിയടാ. ഗൈസ്, ഇവിടെ മീനെ പിടിക്കാൻ നിന്നിട്ട് ഫോണും വിളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തൻ.
ചാകരയായിരുന്നു, ഇപ്പോൾ ഒറ്റ മീനെ കിട്ടുന്നില്ല. എന്തോ എന്തിനൊന്ന് അങ്ങനെ മീനെ പിടിക്കാൻ വന്നിട്ട് 5 മീനെ കിട്ടി, പിന്നെ ഒറ്റ മീനുണ്ട്, അത് താഴെ ഇരിക്കുന്നതാണ് ലിങ്കി ചേട്ടൻ. അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് മീനൊന്നും കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. കണ്ടില്ല, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ല കുളവാഴ എന്ന് പറയാൻ നിൽക്കുന്ന സാധനത്തിനൊക്കെ. എല്ലാവരും സ്റ്റിക്കിൽ പിടിക്കുമ്പോൾ ഞാൻ നമ്മുടെ പണ്ടത്തെ സ്റ്റിക്കിൽ പിടിക്കുന്നു. നോക്കാം നമുക്ക് അടിക്കും. ഇവിടെ നേരെ പരിപാടി തുടങ്ങിയിട്ട് ഗൈസ്, ഞാനങ്ങനെ കാപ്പിക്കമ്പിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മീനിനൊക്കെ എന്തോ നല്ല ഭാഗ്യമുണ്ടെന്ന് ഒറ്റ മീൻ പോലും അടിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. എന്നാലും നെവർ ഗീവ് അപ്പ്, ഞാൻ മീനെ പിടിക്കും. കണ്ടില്ല, എൻ്റെ ബാക്കിൽ നല്ല വ്യൂ ആണ്. നമ്മളിപ്പോൾ വന്നിട്ട് കുറേ നേരമായി. ഇപ്പോൾ ഒരു 10 മീനിനെ കിട്ടിക്കാണും, ചെറുതും വലുതുമായിട്ട്. ചേട്ടാ, നമുക്ക് കിട്ടിയ മീനെന്തുവാ? സിലോപ്പിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ണൻ സിലോപ്പി. ട്രിവാൻഡ്രത്ത് കണ്ണൻ സിലോപ്പി എന്ന് പറയും, പത്തനംതിട്ടയിൽ എന്താ പറയും? ചെമ്പല്ലി. കല്ലേമുട്ടി. അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. 2 മീനിനെ ഈ കമ്പ് വെച്ച് പിടിച്ചു. 3ാമത്തെ മീൻ. അയ്യോ ഗൈസ്, സമയം ഇപ്പോൾ 7 മണിയായിരിക്കുകയാണ്. എനിക്ക് 3 മീനിനെ കിട്ടി. ഞാൻ എന്നിട്ട് ചൂണ്ട അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ടോട്ടൽ നമുക്കൊരു 10-15 മീനിനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിത് വീട്ടിൽ കൊണ്ട് പൊരിച്ച് തിന്നണം. അമ്പലത്തിലൊക്കെ പാട്ട് നമുക്ക് കേൾക്കാം. ദീപാരാധന സമയം തോന്നുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് മീൻപിടുത്തവും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള യാത്രയിലാണ്. നമുക്കൊരു 10-15 മീനോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുഞ്ഞുങ്ങളെ നമ്മൾ തിരിച്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള മീനിനെ കൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അതിനെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. വീട്ടിലെല്ലാവരും നോക്കിയിരിക്കുകയാണ്, അത് മീൻ നമ്മൾ കൊണ്ടില്ലെന്ന് നോക്കിയിട്ട്. ആ മീൻ നമ്മൾ ചാരത്തിലിട്ടതിന് ശേഷം വെട്ടിയെടുക്കുകയാണ്. നമ്മൾ കായലിലുള്ള മീനോ ആറ്റുമീനോ എന്ത് പിടിച്ചാലും നമുക്കറിയാം, നല്ല വഴുക്കലായിരിക്കും മീനിന്. കയ്യിൽ സ്ലിപ്പായി പോകും. നമുക്കത് വെട്ടിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ചാരം ഇട്ടിട്ട് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഗ്രിപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ചേട്ടന്മാരത് വെട്ടി അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ചതിന് ശേഷം വരയിടുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ വലിയ പീസൊക്കെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. കാരണം ആറ്റിലേക്ക് മീനായതുകൊണ്ടൊരു അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അത് കട്ട് ചെയ്ത് വരയൊക്കെ ഇട്ട് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഗ്യാസ് ഉണ്ട്, അതിൽ വെക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു നമ്മളൊക്കെ വെച്ച് തരാമെന്ന്. അങ്ങനെ നമ്മുടെ മിനി ചേച്ചി മീൻ വെച്ച് തരുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. നമ്മുടെ ജോളിയങ്കളുടെ വൈഫാണ് ആൾ. നമുക്ക് നല്ല രീതിയിൽ കുക്കൊക്കെ ചെയ്യും ഫുഡൊക്കെ. അങ്ങനെ മീനിൽ നല്ല മസാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയൊരു അരമണിക്കൂറോളം നമ്മളിത് മസാലയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. കായൽ മീനായതുകൊണ്ട് കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ അതിന് വേറെ ടേസ്റ്റോ സ്മെല്ലോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും മസാലയെല്ലാം ചേർത്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് നമ്മളിനി ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടി
എണ്ണ അപ്പം തന്നെ കുടിക്കും പകുതി. എണ്ണ ഒരു കിണ്ടൽ വേണം. അതാണ് മറ്റേ നിങ്ങളുടെ അതിലല്ല കുടുംബം ചീൻ ചട്ടിയില്ല. സവാളയും ചിക്കൻ മസാലയൊക്കെ ഇട്ട് വഴറ്റി ഇതിലൊക്കെ എടുത്തും കഴിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദോശയൊക്കെ ചിലപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അതിലൂടെ വെച്ചിട്ട് ഈ ഗ്യാസ് വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്ക് ഇതിനകത്ത് സോയാബീനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. തന്നെ ഉണ്ട് അവിടെ രുചി ഒന്ന് നോക്കായിരുന്നു. ഒന്ന് ഫോണിലേ ചെറുക്കുന്നുണ്ട്. വലുത് മാറ്റി വലുതാണ്. തീർന്നു. ചോറും രാവിലെ പറഞ്ഞു 2 സ്റ്റെപ്പിന് പൊടിക്കാനേ ഉള്ളൂ. നല്ല വീഡിയോയിലൊക്കെ നല്ല ക്ലിയറായിട്ട് കാണും. ഇതിൻ്റെ ചെറിയ പീസ് കളഞ്ഞൊന്നുമില്ലല്ലേ ആരും. കൊള്ളാം. നല്ല ഉപ്പും നല്ല എല്ലാം എല്ലാം കൂടി ഇട്ടിട്ട് കൊള്ളാം അല്ലേ. ഈ മീനാണെന്ന് അറിയണേ ഇല്ല. കഴിയില്ലേ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടായില്ല നമ്മുടെ അടുത്ത്. അങ്ങനെ മീനെല്ലാം പൊരിച്ച് നമ്മളതിൻ്റെ സ്വാദൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു കണ്ണൻസിലോപ്പിയ എന്ന് പറയുന്ന മീനിന്. നമ്മൾ സാധാ മീൻ വാങ്ങി കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ മസാലയും ഉപ്പും മുളകും എല്ലാം ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ട് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വലിയ വീടത് മുള്ളു കൊള്ളാതെ കുളത്ത് നല്ല നീളമാണ്. പൊരിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് പറയണം. ഞാൻ എടുത്തു തരാം. എങ്ങനെയുണ്ട്? കഴിച്ചില്ല. പെട്ടെന്ന് കഴിക്കും എന്നിട്ട് പറ. ഇങ്ങോട്ടത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ കുക്കിനെ കണ്ടില്ല. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. സീ യു സൂൺ.